എവ്രിവൺ, ഇന്ന് നമുക്ക് ഫാബ്രിക് പെയിൻറ് ചെയ്യാൻ പഠിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫാബ്രിക് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാബ്രിക് പെയിൻറ്റോ അല്ലെങ്കിൽ ആക്രിലിക് പെയിൻറ്റോ ഉപയോഗിക്കാം. പക്ഷേ എല്ലാതരം ആക്രിലിക് പെയിൻറ്റും ഫാബ്രിക്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ബോട്ടിലിൻ്റെ മേലിൽ എഴുതിയിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് വേണം ഫാബ്രിക്കിൽ യൂസ് ചെയ്യാൻ. ഞാൻ എടുത്തിട്ടുള്ളത് ഫെവിക്രിലിൻ്റെ ആക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ ഇത് ഫാബ്രിക്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്ന സമയത്തും ഈ പെയിൻറ് യൂസ് ചെയ്യാം. ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതുപോലൊരു കിറ്റ് വാങ്ങിച്ചാൽ മതി. ഇതിൽ 6 ബേസിക് ഷെയ്ഡ്സ് ഉണ്ടാവും. ഒരു വർഷം മുമ്പ് വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് 75 രൂപയായിരുന്നു. ഇപ്പോൾ എന്തായാലും പ്രൈസ് കൂട്ടിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കളറ് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാം. ഇതിന് 15 ml 20 റുപ്പീസാണ്. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള മെറ്റാലിക് ഗോൾഡ് കളറാണ്. ഇതിന് സാധാരണ കളറിനെക്കാട്ടും കുറച്ച് പ്രൈസ് കൂടുതലാണ്. പെയിൻറ്റ് ചെയ്യാനുള്ള ബ്രഷ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണം. മെയിനായിട്ട് 2 ബ്രഷുകളാണ് വേണ്ടത്. ഒരു ഫ്ലാറ്റ് ബ്രഷും പിന്നെ ഒരു പോയിൻറ്റഡ് ബ്രഷും. സ്റ്റാർട്ടിങ് ടൈമിൽ ഇതുപോലൊരു ഫ്ലാറ്റ് ബ്രഷ് വാങ്ങിച്ചാൽ മതി. പിന്നെ നമ്മൾ വലിയ പിക്ചറൊക്കെ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വലിയ ഫ്ലാറ്റ് ബ്രഷ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ഫ്ലാറ്റ് ബ്രഷിന് 40 രൂപയാണ്. ബ്രഷിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് പ്രൈസും കൂടും. ഇതാണ് പോയിൻറ്റഡ് ബ്രഷ്. പിക്ചറിൽ ഔട്ട്ലൈൻ വരയ്ക്കാൻ അല്ലെങ്കിൽ നേരത്തെ ഭാഗങ്ങൾ വരയ്ക്കാനൊക്കെയാണ് പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്യുന്നത്. പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെയിൻറ്റിൽ വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പം അതൊക്കെ പെയിൻറ്റിൻ്റെ ബോട്ടിൽ എഴുതിയിട്ടുണ്ടാവും. ഏതൊരു പെയിൻറ്റ് വാങ്ങിച്ചാലും ഇൻസ്ട്രക്ഷൻസ് വായിക്കാൻ മറക്കരുത്. എല്ലാ ടൈപ്പ് മെറ്റീരിയലും ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. കോട്ടൺ പോലുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് അതിൻ്റെ പശ നീക്കിയിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ. അതുപോലെ ഷിഫോൺ പോലുള്ള നല്ല ചുളിവുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നന്നായിട്ട് അയൺ ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈന് തുണിയിലേക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ഡിസൈൻ ആണെങ്കിൽ കാർബൺ പേപ്പർ വെച്ചിട്ട് പകർത്തി വരച്ചാൽ മതി. ഇതുപോലെ ഫ്രെയിം ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് പെയിൻറ്റ് ചെയ്യാം. ഫ്രെയിം ഇല്ലാതെയാണ് പെയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ അടിയിലൊരു പേപ്പർ വെച്ചിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ അടിയിലുള്ള തുണിയിലൊക്കെ പെയിൻ്റ് ആവും, പിന്നെ അത് പോവില്ല. പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാം. പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രഷിൽ ഒട്ടും നനവുണ്ടാവരുത്. അഥവാ നനവുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒപ്പിയെടുത്തിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ. പെയിൻ്റ് എടുക്കുന്ന സമയത്ത് ബ്രഷിൽ ഓവറായിട്ട് പെയിൻ്റ് ഉണ്ടെങ്കിൽ പെയിൻറ്റ് ബോട്ടിലിൽ ഒന്ന് തട്ടി കൊടുത്തിട്ട് വേണം തുണിയിലേക്ക് വരയ്ക്കാൻ. അല്ലെങ്കിൽ തുണിയിൽ ഓവറായിട്ട് പെയിൻ്റായി പോവും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ചിട്ട് പിക്ചർ ഫില്ല് ചെയ്യാം. ഇനിയിപ്പം മറ്റൊരു കളർ എടുക്കുകയാണെങ്കിൽ ഉപയോഗിച്ച ബ്രഷ് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കാം. എന്നിട്ട് അതൊരു കോട്ടൺ തുണിയിൽ വെള്ളം മുഴുവനായിട്ട് ഒപ്പിയെടുത്തതിന് ശേഷം മാത്രമേ മറ്റൊരു കളറ് ഉപയോഗിക്കാൻ പാടുള്ളൂ. പോയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ പിക്ചറിന് ഔട്ട്ലൈൻ കൂടി വരച്ചു കൊടുക്കുകയാണ്. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു 8-10 മണിക്കൂറെങ്കിലും പെയിൻറ്റ് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാൻ ഉപയോഗിച്ച പെയിൻറ്റിൽ അയൺ ചെയ്യേണ്ട ആവശ്യമില്ലയെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അയൺ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെ അയൺ ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ വാഷ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും കുറച്ച് കാലം കഴിഞ്ഞാൽ കളർ ഫെയ്ഡായി പോകുമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ബെഡ്ഷീറ്റിൽ ചെയ്തിട്ട് 5 വർഷം കഴിഞ്ഞു. ഞാൻ മെഷീൻ വാഷ് ചെയ്യാറുണ്ട്. എന്നിട്ട് പോലും കളർ ഒട്ടും ഫെയ്ഡായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് ഫാബ്രിക്കിൽ വേണമെങ്കിലും പെയിൻറ്റ് ചെയ്യാം. ഇനി മെറ്റാലിക് പെയിൻറ്റ് വെച്ചിട്ട് സാരിയുടെയും കുർത്തിയുടെയൊക്കെ ബോട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈൻ കാണിക്കാം. പെയിൻറ്റ് നേരിട്ട് തുണിയിലേക്ക് പകർത്തുന്നതിന് പകരം നമുക്ക് ബ്ലോക്സ് ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. അതിന് ബ്ലോക്ക് പ്രിൻറ്റിംഗ് എന്നാണ് പറയുക. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.